ചോദിക്കുകയാണ്, സീമോനെ, നീ ഉറങ്ങുന്നു പോകും, ഒരു നാഴിക പോലും എന്നോട് ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന്. പ്രിയ ദൈവമക്കളെ, പത്രോസിനെ ദൈവം കണ്ടുമുട്ടുന്ന രണ്ട് സ്ഥലങ്ങൾ, രണ്ട് വേദികൾ. ഒന്ന്, പത്രോസ് നിൽക്കുന്ന സ്ഥലത്ത് ചെന്ന് കർത്താവ് പത്രോസിനെ കാണുന്നു, ഇല്ലേ? അത് തിബിരിയാസ് കടൽ തീരത്ത്. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസ് വല അല്യാസോദരൻ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. കർത്താവ് വന്നിട്ട് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവൻ ആക്കും എന്ന് പറഞ്ഞു. ഒന്നാമത്തെ സന്ദർഭം. രണ്ടാമത്തെ സന്ദർഭം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 41-42 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്ത്രിയോസും മറ്റേ ശിഷ്യനും കൂടെ കർത്താവ് 2 ദിവസം അതുവഴി പോയി, അല്ലേ? 1-39 വാക്യം നമ്മൾ വായിക്കുമ്പോഴും, യോഹന്നാൻ്റെ സുവിശേഷം 1-39 വാക്യം വായിക്കുമ്പോഴും, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചടക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് വിളിച്ച് യോഹന്നാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റന്നാൾ കർത്താവ് അതുവഴി പോകുമ്പോഴും യോഹന്നാൻ, സ്നാപക യോഹന്നാൻ ആ വാക്ക് തന്നെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന. അപ്പം 2 ദിവസം കർത്താവ് അതുവഴി പോയി. അപ്പോഴേക്കും അന്ത്രിയോസ്, പത്രോസിൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന അന്ത്രിയോസും മറ്റൊരു ശിഷ്യനും കൂടെ കർത്താവിനെ കാണാനായിട്ട് പുറകെ പോകുകയാണ്. അപ്പോൾ കർത്താവ് ചോദിച്ചു, എന്താണ് നിങ്ങൾ തിരയുന്നത്? കർത്താവിനോട് അവർ പറഞ്ഞു, ഗുരു, നിങ്ങൾ അത് എവിടെ പാർക്കുന്നു എന്ന്. കർത്താവ് വന്ന് കാൺമീൻ. കർത്താവ് 3 വട്ടം 3 കാര്യത്തിന് വേണ്ടി വരാൻ വിളിച്ചു. എന്തിനൊക്കെയാ? 1, തന്നെ വസിക്കുന്ന സ്ഥലം കാണാൻ വിളിച്ചു. 2, ദാഹിക്കുന്ന ഏവരും വന്ന് വാങ്ങി കുടിക്കാൻ വിളിച്ചു. 3, വന്ന് ഭക്ഷിക്കാൻ വിളിച്ചു. ഇത് 3 യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. വന്ന് കാൺമീൻ, വന്ന് കുടിപ്പീൻ, വന്ന് ഭക്ഷിപ്പീൻ. 3 കാര്യങ്ങൾക്ക് വിളിച്ചു. പോട്ടെ, അതല്ല നമ്മുടെ പ്രസംഗ വിഷയം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ വീട്ടിൽ അന്ത്രിയോസ് താമസിച്ച് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ചെന്ന് പത്രോസിനോട് പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും എഴുതിയിരിക്കുന്ന യേശു കർത്താവിനെ ഞങ്ങൾ കണ്ടു എന്ന്. ഇത് പറഞ്ഞ ഉടനെ തന്നെ അന്ത്രിയോസും കൂടെ കർത്താവിൻ്റെ അടുക്കൽ വന്നു. വരുമ്പോൾ കർത്താവിനോട് പത്രോസിനെ കണ്ട ഉടനെ കർത്താവ് പറഞ്ഞു, ബറോനായ ശീമോൻ്റെ മകനെ സഹോദരൻ ശീമോനെ, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ പത്രോസാകുന്നു എന്ന് പേരാകും. കേഫ, പത്രോസ് എന്ന് പേരാകും. അപ്പം 2 ദൗത്യങ്ങൾക്ക് വേണ്ടി കർത്താവ് പത്രോസിനെ വിളിച്ചു. 1, മനുഷ്യരെ പിടിക്കാൻ. 2, പേര് മാറാൻ, പാറ കഷ്ണമാകാൻ. ശീമോൻ എന്ന് പറഞ്ഞാൽ ഞാങ്ങണ, ആടുന്നവൻ, ചായുന്നവൻ എന്നൊക്കെ വാക്കുണ്ട്. ഇനി നീ ആകേണ്ടത് പാറ കഷ്ണമാകണം, ഉറപ്പുള്ളവനാകണം. ഈ 2 ദൗത്യങ്ങൾക്കായി പത്രോസിനെ വിളിച്ചു. ഈ ദൗത്യത്തിൽ വിളിക്കുമ്പോൾ ഒന്നാമത് മനുഷ്യരെ പിടിക്കുന്നത് നമുക്കറിയാം. പത്രോസ് ഗലീല കടൽ തീരത്തിൽ മത്സ്യം പിടിക്കുകയാണ്, വലയിട്ടു. കർത്താവ് വന്നു, സ്തോത്രം ചെയ്യുന്നു. അവൻ വല കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ കടലിൽ മീനില്ലാത്തത് കൊണ്ടല്ല, ആണോ? കടലിൽ മീനുണ്ട്, വലയുണ്ട്, വള്ളമുണ്ട്, പിടിക്കാൻ ആളുണ്ട്, കടലിൻ്റെ സകലതും അറിയാമെന്നുള്ള വ്യക്തികളുണ്ട്. പക്ഷെ മീന് കയറിയില്ല. ഇനി അവിടെ ഒരു കുറവുണ്ട്. മീന് കയറണമെങ്കിൽ ഒരു കുറവുണ്ട്. കടലുണ്ട്, മീനുണ്ട്, വലയുണ്ട്, വള്ളമുണ്ട്, പിടിക്കാൻ അറിയാവുന്നുള്ളവർ, വല വീശാൻ അറിയാവുന്നുള്ളവർ ഉണ്ട്. അപ്പം ഇനി എന്തായിരിക്കും കുറവ്?
എന്തായിരിക്കും കുറവ്? മീനുണ്ടല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ കുറവ് ദൈവവചന. എന്തില്ല? ദൈവവചനം അവിടെ ഇല്ല. മനസ്സിലായ? പലരുടെയും വീട്ടിൽ ഈ കുറവുണ്ട്. അധ്വാനിക്കാൻ ആളുണ്ട്, ജോലിയുണ്ട്, കിടക്കാൻ വീടുമുണ്ട്. പക്ഷെ ഒരു രൂപ വീട്ടിനകത്ത് എന്തില്ല? പെട്ടെന്നൊരാവശ്യം വന്നാൽ ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്യണമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞ ആൾക്കാർ എഴുതിയാൽ അതിന് കൊണ്ടുപോകണമെങ്കിൽ പൈസ ഇല്ല. അതിന് കാരണം ഒന്നേ ഉള്ളൂ, ദൈവവചനം വീട്ടിനകത്തില്ല. പത്രോസിൻ്റെ പടകില് കർത്താവ് കയറി ഇരുന്നിട്ട് ദൈവവചനം പറഞ്ഞു. കുറേ നേരം പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞ് ആഴത്തിൽ വല ഇറക്കാൻ പറഞ്ഞു. പത്രോസ് അവിടെ പറയുന്നു, നാഥാ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ലേ. പക്ഷേ നീ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, നീ പറഞ്ഞ വചനമുണ്ട്, ആ വചനത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ വലയിറക്കും. അങ്ങനെ വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം അവിടെ ലഭിപ്പാനിടയായി. ആ മീന് കൂട്ടം കൊണ്ട് പത്രോസ് മാത്രമല്ല, പത്രോസിൻ്റെ കൂടെ ആ കടപ്പുറത്തുണ്ടായിരുന്ന സകലർക്കും തൃപ്തി വരത്തക്ക രീതിയിൽ മീൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം കുടുംബങ്ങൾ 6:30 മണിയാകുമ്പം ദൈവവചനം വായിക്കട്ടെ. ദൈവവചനം വായിച്ചിട്ട് പറ, കർത്താവേ, എൻ്റെ കുറവ്, വചനത്തിലുള്ള കുറവ്, എൻ്റെ വഴിയുടെ കുറവ് ഇന്ന് പകൽക്കാലം തീർത്തുകൊണ്ട് എൻ്റെ പടകിൽ ഇതുവരെ കയറാത്ത മീന് കയറത്തക്ക ഒരനുഭവമുണ്ടായി. ഞാൻ സമൃദ്ധിയുടെ ലോകത്തിലേക്ക് പോകുവാൻ ദൈവം എന്നെ സഹായിക്കണമേ എന്ന് പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഈ പ്രാർത്ഥന നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരു വ്യക്തിയല്ല, ആരൊക്കെ ഉണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ഈ ചില വീടുകളിൽ ഒരു വ്യക്തി ഇരുന്ന് പ്രാർത്ഥിക്കും, മറ്റേ വ്യക്തി അപ്പുറത്തിരുന്ന് എന്ത് ചെയ്യും? TV കാണുന്നത്. ഞാനെന്താ പറയാ? ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു കേട്ടെ. പക്ഷെ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതികൂലം. വീട്ടിലുള്ള 3-4 എണ്ണം ഉണ്ട്, അവൻ്റെ എല്ലാവരുടെയും ദേഹത്തിരിക്കണം, എല്ലാം കൂടെ വന്ന് ഇങ്ങോട്ട് നമ്മളെയാണ് എന്ത് ചെയ്യണത്? നമുക്ക് ജയിക്കാനും കഴിയില്ല. ഞാൻ പറയും, പ്രാർത്ഥിക്കുന്ന സമയത്ത് വന്ന മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിലും കൂടെ ഇരുന്നിക്കാത്ത വ്യക്തിയെ നോക്കിക്കൊണ്ട് ഇടയ്ക്ക് യൂട്യൂബിൽ കണ്ടതുപോലെ ചെരവത്തടി എടുത്ത് ഒരടി കാണൂലല്ലേ? സ്തോത്രം ചെയ്യുന്ന അതെങ്കിലും കൊടുത്ത് മര്യാദ പഠിപ്പിക്കണം. ഇന്നും നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ വീട്ടുകളിൽ കാണാൻ കഴിയും, നിശ്ചയമായിട്ടും. ഇവിടെ ദൈവത്തിൻ്റെ വാക്കിനാൽ വലയിറക്കി, കർത്താവിൻ്റെ വാക്കിനാൽ വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടി. 2, അവിടെ നടന്ന മറ്റൊരു സംഭവം എന്താ? അവിടെ നടന്ന മറ്റൊരു സംഭവം, ഇത്രയും നാൾ ഈ രാത്രി കടൽ, തിബരിയോസ് എന്ന് പറയുന്ന കടല്, അല്ലെങ്കിൽ ഗലീല എന്ന് പറയുന്ന കടലിൻ്റെ ആഴമറിയാം, നീളമറിയാം, അതിൻ്റെ അവസ്ഥകളറിയാം, മീൻ ഏതെല്ലാം ഭാഗങ്ങളിൽ കലങ്ങിക്കിടക്കുന്ന വെള്ളത്തിൻ്റെ അടിയിൽ കാണുമെന്നറിയാം. പക്ഷേ ഇതുവരെ എൻ്റെ പടകിനകത്ത് മീൻ കയറാത്തതിൻ്റെ കാരണം പത്രോസ് കണ്ടെത്തി. എന്താ? എൻ്റെ പാപമാണ്. അപ്പം പ്രാർത്ഥിക്കാതിരിക്കുന്നവരുടെ പാപമാണ് ആ കുടുംബത്തിൻ്റെ ശാപം.
ആര് പ്രാർത്ഥിക്കാതെ ഇരിക്കുന്നോ ആ വ്യക്തിയാണ് ശപിക്കപ്പെട്ടവൻ. പത്രോസ് ഇന്ന് പകൽ പറയുകയാണ്, നാഥാ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എന്നെ വിട്ട് മാനസാന്തരം വന്നു. അപ്പൊ ഇത്രയും കാലം പടകിൽ മീൻ കയറാത്തതിന് കാരണം എൻ്റെ ജീവിതത്തിലെ പാപമാണ്. അതവൻ ഉൾക്കൊള്ളാൻ തയ്യാറായി. 2, പത്രോസിനെ വിളിക്കുമ്പോൾ അല്യാസ്തോത്രം പേര് മാറാൻ വിളിച്ചു. പഴയ നിയമത്തിൽ ഒരുപാട് പേരുടെ പേര് മാറിയിട്ടുണ്ട്. അതിൽ ഹോശയുടെ പേര് യോശുവ എന്നാക്കി. നൂഹിൻ്റെ മകനായ ഹോശയ്ക്ക് അല്ലേ, സംഖ്യാപുസ്തകം 13:16 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അല്യാസ്തോത്രം ഹോശയ്ക്ക് യോശുവ എന്ന് പേരാക്കി. പക്ഷെ ഈ പേര് മാറിയപ്പോൾ യോശുവയ്ക്ക് വന്ന മാറ്റം, സംഖ്യ 27:27 തോന്നുന്നു, എൻ്റെ ആത്മാവുള്ള പുരുഷനെന്ന്. ഞാൻ നോക്കാം. 27:18 വായിച്ചോ. പത്രോസിന്റെ പേര് മാറിയാൽ ചില കാര്യങ്ങൾ പത്രോസിനെ എന്ത് ചെയ്യണം? ഏൽപ്പിക്കണം. ആത്മാവ് വന്നാലേ പേര് മാറും. ആത്മാവ് വരാത്തിടത്തോളം കാലം എന്തില്ല, പേര് മാറില്ല. എൻ്റെ പേര് പഴയ പേര് തന്നെ ആയിരിക്കും, പാസ്റ്റർ എന്നുള്ള പേര് വരില്ല. ആരെങ്കിലും കണ്ട പേരായിട്ട് തന്നെ വിളിക്കും. പാസ്റ്റർ എന്നുള്ളൊരു ബഹുമാനം ആത്മാവ് വന്നില്ലെങ്കിൽ മാറില്ല. അത് നിങ്ങളെ ജീവിതത്തിലും അങ്ങനെ തന്നെ, പഴയ പേരിൽ തന്നെ അറിയും. ഹോശയ്ക്ക് പേര് മാറിക്കഴിഞ്ഞപ്പോൾ, യോശുവ എന്ന പേര് മാറിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് യോശുവയുടെ മേൽ വന്നു. യോശുവയുടെ മേൽ വന്നപ്പോൾ യോശുവയെ കൈവച്ച് അങ്ങ് അനുഗ്രഹിച്ച് നേതൃത്വ പാടവത്തിലേക്ക് കൊണ്ടുവന്നു. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തിനെ വഴി നടത്തേണ്ട പാടവത്തിലേക്ക് വന്നു. പത്രോസിന് പേര് മാറണം അല്ലേ? മത്തായി സുവിശേഷം 16:16 വായിച്ച. വേഗത്തിൽ വേഗത്തിൽ വേഗത്തിൽ. ആ ആ ആ നോക്കണമേ, ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് വെളിപ്പെടാത്തത് ചിലത് പത്രോസിന് വെളിപ്പെടാൻ തുടങ്ങി. ആത്മാവ് വന്നപ്പോൾ ആ വെളിപ്പെട്ടതിൽ ആദ്യം വെളിപ്പെട്ടത് കർത്താവ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇത് വെളിപ്പെട്ടപ്പോൾ പത്രോസിനൊരു പുതിയ പദവി കിട്ടി. എന്താ പദവി? എന്താ പദവി? വായിച്ച വേദഭാഗത്തിൽ നിന്ന് പറ. നീ ഭാഗ്യവാൻ. മനസ്സിലായില്ലേ? നീ എന്താണ്? ഭാഗ്യവാൻ എന്ന പദവി. ആ പദവി കിട്ടുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ 7 ഭാഗ്യവാന്മാരെ പറയുന്നു. അതിൽ ഒന്ന്, ആദ്യത്തെ ഭാഗ്യവാൻ നീ വായിക്കുന്നതും വായിച്ച് കേൾക്കുന്നവനും ഭാഗ്യവാൻ. 2, ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, അവരെന്ത് ചെയ്യും? വിശ്രമിക്കും. 3, ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കും. മനസ്സിലായില്ലേ? 4, കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് ക്ഷണമുണ്ടാകും. 5 ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാകും. 23
6 വചനം പ്രമാണിക്കാൻ കഴിയും. 22:7 ഗോപുരങ്ങളിൽ കടക്കേണ്ടതിന് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അങ്കി കഴുകുന്നവരായി. ഈ ഭാഗ്യപദവി. ഇനി ലൂക്കോസിൽ പറയുന്നത് കർത്താവ് ഏത് സമയത്ത് വന്നാലും ഉണർന്നിരിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യപദവിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആത്മാവ് നമ്മളിൽ വന്നേ മതിയാവും. ആത്മാവ് വന്നേ മതിയാവും. ഏത് സമയത്ത് കർത്താവ് വന്നാലും ഉണർന്നിരിക്കാൻ കഴിയുന്ന, ഉണർന്നിരിക്കുന്നവരായി കാണുന്നവർ ഭാഗ്യവാന്മാരെന്ന് ലൂക്കോസ് 12:38. അപ്പൊ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ആത്മാവ് നമ്മളിൽ വരണം. ഈ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ നീ ഭാഗ്യവാൻ. അടുത്ത വാക്യം, അടുത്ത വാക്യമാണ്, പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭ നിന്നെ കൊണ്ട് പണിയും. ആത്മാവുള്ളവനെ കൊണ്ട് പണിയിക്കുന്നത്. പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭ. ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞു, ശൗലിൻ്റെ ഉണ്ടായിരുന്ന കുന്തത്തിലും പരിചയിലും എന്തില്ലായിരുന്നു? ജീസസ് ഉത്തരവും പറഞ്ഞു. എന്തില്ലായിരുന്നോ? അഭിഷേകമില്ലായിരുന്നു. അതുകൊണ്ട് ഇത് അവന് നഷ്ടപ്പെട്ടു. പരിചയം എന്ത് ചെയ്തു? ഗിബോ പർവ്വതത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു. അവൻ മരിക്കേണ്ടി വന്നു. അഭിഷേകമുള്ളവന് ഒന്നും നഷ്ടപ്പെടില്ല. അഭിഷേകമുള്ളവന് നഷ്ടങ്ങൾ കാണാതെ വണ്ണം, നഷ്ടപ്പെടാതെ വണ്ണം ദൈവം സൂക്ഷിക്കും. ദാവീദിന് അഭിഷേകം ഉണ്ടായിരുന്നു. ഞാൻ പറയാം, അബ്ശലോമിന് ദാവീദ് സിംഹാസനം കൊടുത്തില്ല. എന്തുകൊണ്ട്? സിംഹാസനം കൊടുത്തില്ല. എന്തുകൊണ്ട്? അഭിഷേകം ഇല്ലാത്തതുകൊണ്ട്. അവൻ ആളുകളെ വശീകരിച്ചത് എങ്ങനെ? 15:6 പറയുന്നു, ഇങ്ങനെയും 15:12 പറ, അങ്ങനെയും പറഞ്ഞ് ആളുകളെ എന്ത് ചെയ്തു? വശീകരിച്ചെടുത്തു. ചിലരോട് ഇങ്ങനെ പറയും, ചിലരോട് അങ്ങനെ പറയും. ഇത് അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയല്ല. അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ ഉവെന്ന് പറഞ്ഞാൽ ഉവ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. മനസ്സിലായില്ലേ? പൗലൂസ്, ഹല്ലേലൂയ സ്തോത്രം, ആദ്യം വിശ്വാസിയായിരുന്നല്ല. എങ്ങനെ ഇരുന്നെന്നാണ് എഴുതിയിരിക്കുന്നത് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ? വിശ്വാസിയായിരുന്നപ്പോൾ പൗലൂസ് എങ്ങനെ ഇരുന്നെന്ന്? ഇതൊക്കെ പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഈ കാട്ടി കൂട്ടണല്ല. 1 കൊരിന്ത്യർ 2:1 വായിച്ച. 1 കൊരിന്ത്യർ 2:1. ആ ആ ആ ആ ആ നോക്കണമേ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാത്ത ഒരു കാര്യവും പറയാതെ മൗനമായിട്ട് എവിടെ ഇരുന്ന്? വിശ്വാസികളുടെ ഇടയിൽ ഇരുന്ന്. ഇന്ന് നമ്മൾ ഒരു സഭയിൽ കയറി പോവുകയാണ്, ഇത്തിരി കോട്ടൺ ടൈയൊക്കെ ഇട്ടുകൊണ്ടൊക്കെ കയറി പോകണമെങ്കിൽ അവിടുത്തെ പാസ്റ്റർ വന്ന് സ്നാനപ്പെട്ടവനാണോ അഭിഷേകമുള്ളവനാണോ എന്ന് ഒന്നുമില്ല, കരം പിടിച്ചു കൊണ്ടുവന്ന് എവിടെ എടുത്തത്? ആദ്യത്തെ പാവം സഭയിൽ. സഭ ആദ്യത്തെ കെട്ടഴിച്ചു പോണ. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. സഭയിൽ എങ്ങനെ പാവികൾ കയറിയെന്ന്. ഞാൻ പാവികൾ കയറിയെന്ന് ഉത്തരവാദിത്യം പാസ്റ്റർമാരെ സത്യമുണ്ട് തന്നെ. ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്തില്ല? ഇവിടെ വചനത്തിലുള്ള കാര്യങ്ങൾ വചനത്തെ അതങ്ങ് പെർഫെക്റ്റ് ആയിട്ട് പറയണം. ഇവിടെ കർത്താവ് പറയാണ്, നിനക്ക് ആത്മാവ് തന്നത് എനിക്ക് എന്ത് ചെയ്യണം? പാതാള ഗോപുരങ്ങൾ
ജയിക്കാത്ത ഒരു സഭ പണിയണം. പാതാള ഗോപുരങ്ങൾ ഒരിക്കലും ജയിക്കാൻ പാടില്ല. അടുത്ത ഹല്ലേലൂയ, സ്തോത്രം. നോക്കണമേ, ഇവിടെ കർത്താവ് പറയാണ്, ഇനി ഞാനും നീ ഒരുമിച്ചാണ് ഭൂമിയിൽ പ്രവർത്തിക്കാൻ പോണത്. അതായത് ഞാനിന് ലോകത്തിലില്ല, ഞാൻ പോകാൻ പോണം. പക്ഷേ നീ ഭൂമിയിൽ കെട്ടുമ്പോൾ ഞാൻ വന്ന് എന്ത് ചെയ്തിരിക്കും? കെട്ടും. നീ ഭൂമിയിൽ നിന്ന് അഴിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്നിരുന്നു കൊണ്ട് അഴിക്കും. അപ്പം ഞാനും നീ ഒരുമിച്ചാണ് കർത്താവിൻ്റെ വേല, പിതാവിൻ്റെ വേല ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഞാനും നീ ഒരുമിച്ചാണ്. ഈ ഒരുമിച്ച് വേല ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നേ മതിയാവും. അല്ലെങ്കിൽ ഞാൻ മാത്രം ചെയ്യും, ദൈവം മാറിയിരിക്കും. മനസ്സിലായ? ഞാൻ പറയും വേല 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 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതും കാട്ടിക്കൂട്ടും. കർത്താവ് നോക്കി അപ്പുറത്ത് നിന്നുകൊണ്ട് ചിരിക്കും. എടാ, എൻ്റെ ആത്മാവില്ലാതെ നീ എന്തിനു ചെയ്യാൻ പോണ്? എന്നെ പിരിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്കറിയാമോ പ്രിയദൈവങ്ങളെ, ഇതിനിടയിൽ കയറി വന്നൊരു സബ്ജക്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കർത്താവ് ശിഷ്യന്മാർ 50 പേർക്ക് നമുക്ക് ആഹാരമൊക്കെ കൊടുത്ത് തളർന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നമുക്ക് അക്കരെ പോകാമെന്ന്. അക്കരെ പോകാമെന്ന് പറഞ്ഞു. അക്കരെ പോകാമെന്ന് പറഞ്ഞ് കുറച്ച് ദൂരം പെയ്യപ്പാ എന്തു പറ്റി? കർത്താവ് ഉറങ്ങി. കർത്താവ് പടകിൽ മയങ്ങിയപ്പോൾ അവിടെ സംഭവിച്ച ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓളമുണ്ടായി, തിരമാല പൊങ്ങി. കർത്താവ് കടലിൽ കൂടെ നടക്കുമെന്ന് ആദ്യം വെളിപ്പെട്ട മനുഷ്യൻ ആരാണ്? കർത്താവ് കടലിൽ തിരമാലകളുടെ മീതെ നടന്നു വരുമെന്ന് ആദ്യം വെളിപ്പെട്ട മനുഷ്യൻ ഇയ്യോബ. ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, അവൻ തിരമാലകളിൽ കൂടെ നടന്ന് വരും. ഇയ്യോബ് പറയുകയാണ്, കേട്ടാ, അവൻ എവിടെ കൂടെ നടന്നു വരും? തിരമാലയിൽ നടക്കാൻ കഴിവുള്ളവനാണ് കർത്താവ്. ഇനി അടുത്ത കർത്താവിനെ കുറിച്ച് സമുദ്രത്തിനെയും കർത്താവിനെ കൂടെ ഇയ്യോബ് കാണുന്ന ഒരു ദർശനമുണ്ട്. എന്താണ്? ഇയ്യോബിന്റെ പുസ്തകം 38-ന്റെ 8-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, സമുദ്രം ഗർഭത്തിലെന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കതകിനാൽ അടച്ചവനാർ. നോക്കണമേ, സമുദ്രത്തിന് കതക് വെച്ച് അടച്ചു വെച്ചവനാണ് കർത്താവ്. അതിന് അതിര് നിയമിച്ചവനാണ് കർത്താവ്. ഈ കർത്താവിനെ തിരമാല കൊണ്ട് മുക്കി കൊല്ലാൻ നോക്കിയില്ലേ സമുദ്രം? നോക്കിയാ? അപ്പൊ ആ സമുദ്രത്തിൽ എന്തോ ഇല്ലേ? എന്തെങ്കിലും ഉണ്ടാ? സമുദ്രത്തിൽ ആരെങ്കിലും, വെള്ളത്തിന്റെ പുറത്ത് ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങളെ കണ്ടിട്ടുണ്ടോ? വായര് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 2-ാം വാക്യം തൊട്ട് വായര്. ഹല്ലേലൂയ, സ്തോത്രം. വെള്ളത്തിന്റെ പുറത്ത് ആരാണ് ഇരിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ബാബിലോൺ, ഇസബേൽ എന്നൊക്കെ 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതങ്ങനെ ഇരിക്കുകയാണ്. അവർക്ക് ലക്ഷ്യം വേറെ ഒന്നുമല്ല, ദൈവമക്കളെ കൊല്ലുക, ദൈവമക്കളെ തകർക്കുക, ദൈവമക്കളോട് പോരാടുക. അവിടെ എഴുതിയിട്ടുണ്ട്. 6-ാം വാക്യം ഒന്ന് വരെ, 6, 17-ന്റെ 6. കണ്ടാ? ഈ സ്ത്രീ കുടിക്കണത് അത്രയും എന്താണ്? വെള്ളമല്ല കുടിക്കണത്,
വിശുദ്ധന്മാരുടെ രക്തവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുന്നവരുടെ രക്തവും. അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കർത്താവ് ശകലം മയങ്ങിയത്. കർത്താവ് ഇതിൻ്റെ പുറത്തൂടെ നടന്നു പോകാനും കഴിവുള്ള കർത്താവ്, ഇതിനെ അതിരുവെച്ച കർത്താവ്, ഇതിനെ അല്പസ്വത്തിന് തടയിടാൻ കഴിവുള്ള കർത്താവ്, ഇതിനെ വാതിൽ വെച്ച് പൂട്ടിയ കർത്താവ് അല്പനേരം മയങ്ങിയപ്പോൾ തിരമാലയെ അവൻ ഉണർത്തി. ആര്? ഈ സാധനം അവിടെ ഇരുന്നുണ്ട്. അവിടെ 42-ാം സങ്കീർത്തനത്തിൽ കോരകപുത്രന്മാർ പറയുന്നത്, നീർച്ചാട്ടങ്ങളെ അവൻ ഉണർത്തി പ്രവാഹങ്ങളാക്കി മാറ്റിയെന്ന. നീർച്ചാട്ടങ്ങളെന്ന് പറയുമ്പോൾ ഊറ്റ് അല്ല സ്തോത്രം ചെയ്യുന്ന അടിയിലുള്ള അല്ല സ്തോത്രം ഉറവ. ഈ ഉറവ എന്ത് ചെയ്തു? വലുതാക്കി മാറ്റി. കർത്താവ് അല്പനേരം ഉറങ്ങിയപ്പോൾ, അല്പനേരം മയങ്ങിയപ്പോൾ ഈ നീർച്ചാട്ടങ്ങളെ അത് ഓളമാക്കി മാറ്റി. ഓളമാക്കി മാറ്റിയിട്ട് അത് 42-ന്റെ 7 വരും. സങ്കീർത്തനം 42-ന്റെ 7. കണ്ട, ഓളങ്ങളുണ്ടാക്കി തിരമാലകളുണ്ടാക്കി കർത്താവിൻ്റെ മീതെ കടന്നു പോകാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ അതിര് വെച്ചവൻ്റെ മീതെ കടന്നു പോകാൻ ഈ തിരമാലയെ കൊണ്ട് ആ ശത്രുവിന് കഴിഞ്ഞെങ്കിൽ, അവൻ ശ്രമിച്ചെങ്കിൽ, നമുക്ക് നേരെ എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് ചിന്തീര. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് നേരെ ഏതെല്ലാം നിലവാരത്തിൽ ഈ ശത്രു പോരാടും? നമ്മളെ വിളിച്ച ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. നമ്മളെ വിളിച്ച ദൈവത്തിൻ്റെ വിളിയുണ്ട്. അതാ പൗലോസ് പറയുന്നത്, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ പൗലോസ് എത്ര വട്ടം പ്രാർത്ഥിച്ചു? എത്ര വട്ടം? 2 പ്രാവശ്യം. അതിലെന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന്, വിളിയാലുള്ള ആശ, അവൻ്റെ ശക്തിയാൽ വ്യാപരിക്കുന്ന വല്ലഭത്വം എന്താണെന്ന് നിങ്ങൾ അറിയണം. ഇത് ജനത്തിന് വേണ്ടി, അല്ലാതെ ഒരു പ്രാർത്ഥനയോടെ ഉണ്ട് കേട്ടോ, പൗലൂസിന് വേണ്ടി. ഇത് ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച 2 പ്രാർത്ഥന. എന്നിട്ട് രണ്ടാമത് പ്രാർത്ഥിച്ചത് എന്താണ്? ഈ പരിജ്ഞാനം മനസ്സിലാകണമെങ്കിൽ സർവ്വ കുടുംബത്തിനും പേര് വരാൻ കാരണമായ കർത്താവിൻ്റെ സന്നിധിയിൽ കുടുംബമായിട്ട് മുട്ടുകുത്തണം. നമ്മളെ കുടുംബത്തെയും കുറിച്ചുള്ള വിളിയാലുള്ള ആശ എന്നതെന്ന് അറിയണമെങ്കിൽ, അല്ലേ? 3:16 തോന്നുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, സർവ്വ കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ മുട്ടുകുത്തണം. മുട്ടുകുത്തിയിട്ട് ആ കുടുംബത്തിലുള്ള സകലരും അറിയണം. കർത്താവിൻ്റെ നീളം അറിയണം, വീതി അറിയണം, താഴ്ച അറിയണം, ഉയരം അറിയണം. എന്നിട്ട് അതിൽ അടിസ്ഥാനപ്പെട്ടവരായി വേരൂന്നി, അല്ലേ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയണം. വെറും പറമ്പിൽ കിടന്ന നമ്മെ, അല്ലെ എങ്ങനെയോ നശിച്ചു പോകേണ്ട നമ്മെ, ഇതിനു മുമ്പേ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ട നമ്മെ വിളിച്ച് അവൻ്റെ സ്നേഹത്തിൻ്റെ രാജ്യത്തിലാക്കി നമുക്ക് വേണ്ടി അവൻ ചെയ്യാൻ പോകുന്ന പദ്ധതികളെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കുടുംബമായിട്ട് മുട്ടുകുത്തിയേ മതിയാവും. ഇത് നമ്മൾ കുടുംബമായിട്ടിരുന്ന് മുട്ടുകുത്താൻ നമുക്ക് എന്തില്ല, കഴിയുന്നില്ല. ഓടിയിട്ടും അധ്വാനിച്ചിട്ടും പരിശ്രമിച്ചിട്ടും നമ്മുടെ വിഷയങ്ങൾക്ക് എന്തില്ല, പരിഹാരം വരുന്നില്ല.
പരിഹാരം വരാത്തത് കൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്താൻ മന്ദതയുള്ളവരാകും. ക്ഷീണമുള്ളവരാകും. അതുകൊണ്ടാണ് നമുക്ക് മുട്ടുകുത്താൻ കഴിയാത്തത്, മുട്ടുമടക്കാൻ കഴിയാത്തത്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ? എബ്രായ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് വായിച്ച്. കണ്ട, ആദ്യം ഇട്ടതെല്ലാം പോയി. ഇപ്പൊ അടിസ്ഥാനമൊന്നും ഇല്ല. ഇനി ഒന്നേന്ന് എന്ത് ചെയ്യണം? അടിസ്ഥാനം ഇടണം. ആദ്യം ഇട്ട അടിസ്ഥാനം പോയി. ഇനി ഒന്നേന്ന് അടിസ്ഥാനം ഇടണം. പ്രിയ ദൈവമക്കൾ, അതിനാണോ ദൈവം നമ്മെ വിളിച്ച? ഇനി നമുക്ക് ഒന്നേന്ന് അടിസ്ഥാനമായിട്ട് എന്ത് പണിയാനുള്ള ആയുസ്സാണ് നമുക്കുള്ളത്? ഈ ഭൂമിയിൽ എത്ര കാലം കൂടെ ജീവിക്കും? ഇനി ഒന്നുകൂടെ അടിസ്ഥാനം ഇട്ടിട്ട് ഒന്നേന്ന് പണിയാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? ഇനി നിങ്ങളൊന്ന് ആലോചിക്കാം. അതിൻ്റെ 12-ാം വാക്യം ആര്? 6-12. കേട്ടാ, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരായി തീർന്ന് ഇതൊക്കെ പാസ്റ്റർമാര് പറയണത് തന്നെ. അത് കിട്ടും ഇത് കിട്ടുമെന്നൊക്കെ എന്ത് ചെയ്യുന്നു? പറയണത് തന്നെയെന്ന്. ഇല്ല പ്രിയ ദൈവങ്ങളെ, മന്ദത ഉണ്ടാകരുത്. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരായി നോക്കണം, വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതിന് ദീർഘക്ഷമ വേണം. നിങ്ങൾക്കറിയാമോ, പത്രോസിനോട് പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത ഒരു സഭ പണിയണം, നീ കെട്ടുന്നത് ഭൂമിയിൽ ഞാൻ കെട്ടും, നീ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ നിന്ന് അഴിക്കുമെന്ന് മനസ്സിലായി. പത്രോസ് മന്ദതയുള്ളവനായി മാറി. അതുകൊണ്ട് ദൈവം അടുത്ത ചെയ്ത പദ്ധതി എന്തായിരുന്നു? 18-ാം അധ്യായത്തിൽ നിങ്ങൾ കെട്ടുന്നതെല്ലാം എല്ലാവർക്കും കൊടുത്ത അവകാശം, പത്രോസിന് മാത്രമല്ല. മനസ്സിലായ? അല്ലേ? 18 നിങ്ങൾ അവിടെ എന്തു പറഞ്ഞു? പത്രോസിനോട്. ഇവിടെ എന്ത് ചെയ്തു? പത്രോസ് നോക്കിയപ്പോൾ മലയിടണ്ട, വള്ളം ഇടണ്ട, വീട്ടിലെ ഭാര്യയ്ക്കും മക്കൾക്കുള്ള എല്ലാം എന്ത് ചെയ്യുന്നോണ്ടിരിക്കണം? കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ അവനും മന്ദതയുള്ളവനായി, കർത്താവിലൂടെ പ്രവർത്തിക്കാൻ മന്ദതയുള്ളവനായി മാറി. അപ്പം കർത്താവിന് മനസ്സിലായി ഇവൻ ഊടായിപ്പാണ്, നമ്മളെയും തള്ളും, ഇവൻ ഊടായിപ്പാണ്. അങ്ങ് തള്ളി ദൈവം. തള്ളിയിട്ട് പറഞ്ഞു, നിങ്ങൾ കെട്ടുന്നതല്ല, 12 ശിഷ്യന്മാർ കെട്ടുന്നതും ഞാൻ സ്വർഗത്തിൽ നിന്ന് കെട്ടും. ഇന്ന് പകൽക്കാലം ആരെല്ലാം വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് കെട്ടുന്നു, അത് കെട്ടപ്പെടും. പത്രോസ് മാത്രമല്ല. അപ്പൊ ഈ 2 ദൗത്യത്തിന് വിളിക്കപ്പെട്ട പത്രോസ് ഇരുന്ന് ഉറങ്ങുകയാണ്. എന്ത് പറഞ്ഞിട്ടാ വന്നത്? പത്രോസ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും, എന്നെ പിടിക്കും, നിങ്ങളെല്ലാവരും ഇടറും, ഇടയനെ വെട്ടും എന്ന് കർത്താവ് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പം പത്രോസ് പറഞ്ഞ എന്താ? ആരൊക്കെ ഇടറിയാലും ഞാൻ ഇടറില്ല, നിന്നോടുകൂടെ മരിപ്പാനും പലരും അങ്ങനെയാ. ഇറങ്ങുമ്പോൾ പറയും, ഓ ഞാൻ 3 മണിക്കൂർ സുവിശേഷം പറയും, 2 മണിക്കൂർ വായിക്കും, 1 മണിക്കൂർ പ്രാർത്ഥിക്കും. ഇതൊക്കെ പറഞ്ഞാണ് പറഞ്ഞത്. വന്നിട്ട് അല്പ തീ കായാൻ കിട്ടി, തണുപ്പാണ്. ഇപ്പോഴും അങ്ങനെയാണല്ലോ, ഇന്നലെയൊക്കെ നല്ല തണുപ്പല്ലേ.
അല്പം തീ കായാൻ കിട്ടി. ഈ സമയത്ത് ഓടിച്ചെന്ന് എന്ത് ചെയ്യാണ്? തീരടയിൽ ഇരുന്നിട്ട് കർത്താവിന് എന്ത് സംഭവിക്കുമെന്ന് ദൂരെ നോക്കി കാണുകയാണ്. ഇതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണത്? ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ ഓരോരുത്തരോടും കർത്താവ് ചോദിക്കുന്നു, നീ ഉറങ്ങുന്നത് എന്ത്? നിന്നോട് ഏൽപ്പിച്ച പണി തീർത്തിട്ട് തന്നെ നീ ഉറങ്ങുന്നത്. നിന്നോട് പറഞ്ഞ കാര്യം ചെയ്തിട്ട് തന്നെ നീ ഉറങ്ങുന്നത്. നിനക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇനി ചെയ്യാൻ ഞാൻ ഉത്തരവാദിത്വം തന്നിരിക്കുന്നു. അത് ചെയ്യേണ്ട നീ, ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട നീ, പരീക്ഷയിൽ അകപ്പെടാതെ വേണം ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട നീ ഉറങ്ങുന്നത് എന്ത്? ഇന്ന് പത്രോസിനോട് അന്ന് കർത്താവ് ചോദിച്ചെങ്കിൽ ഇന്ന് നമ്മൾ ഓരോരുത്തരോടുമുള്ള ചോദ്യം, ഇന്ന് കർത്താവ് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നു, നീ ഉറങ്ങുന്നത് എന്താ? എണീര, എനിക്ക് നിന്നോടുകൂടെ പ്രവർത്തിക്കണം, നിന്നോടുകൂടെ എനിക്ക് പ്രവർത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ഈ ആഗ്രഹത്തിനാ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം.